സകലമ്യം പോരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു അടിപൊളി വീഡിയോ ആണ് ചെയ്യണം. നമ്മളെ വീട്ടിൽ വളർത്തിയൊരു പൂവൻ കോഴി അറുത്ത് അതിനെ പൊരിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും കൂടെ പോരുക. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പോകാം. അടിപൊളിയാണ് മക്കളെ, എന്താ ടേസ്റ്റ് ഭയം. അപ്പൊ നമ്മള് കൂട്ടിന്നൊരു പൂവൻ കോഴിനെ പിടിക്കുക. ഒരാളോട് പുറത്ത് നിൽക്കുന്നുണ്ട്. മുപ്പര് രാത്രി മരത്തുമ്മ കയറിയിട്ട് പകലിറങ്ങും. മൂപ്പര് വാതുക്കെ വന്ന് നിൽക്കാണ്. മറ്റുള്ളവർ തുറന്നിടണം നോക്കി. മൂപ്പരെ തന്നെ പിടിച്ചാലോ? പോയില്ലെങ്കിൽ കിട്ടി. അപ്പൊ മൂപ്പരെ നമുക്ക് റെഡിയാക്കാം. ഇപ്പൊ നമ്മളിന്ന് ഇവനെ ശരിയാക്കാനുള്ള ഏർപ്പാട്. ശരിയാക്കണ്ട, അല്ലെങ്കിൽ പിന്നെ അപ്പൊ നമ്മള് വെറുതെ വിടാണ് ഇപ്പൊ തൽക്കാലം. വേറെ കരച്ചിൽ പിടിച്ചപ്പ അപ്പൊ നമ്മള് വേറെ ചെറുതിനെ പിടിക്കാണ്. ഇപ്പൊ നമ്മള് വിടാണ്. അവിടെ നമ്മള് കൈത്തിപ്പൊടിയില്ലാത്ത നമ്മളവിടുത്തെ രാജാവാണ്. അപ്പൊ ഇവനെ വിട്ടിട്ട് നമ്മള് വേറെ പിടിക്കാൻ പോണ്. പോയിക്കാം. അവന്റെ കരച്ചിൽ കേട്ടപ്പോ ഒരു പ്രയാസം. നമ്മളവനെ വിട്ട് നമുക്ക് തോന്നിയത് നമുക്ക് വേറെ ആളെ പിടിക്കാൻ കൂട്ടിരുന്നു. സങ്കടം തോന്നിയൊരു കമന്റ് ചെയ്തിട്ടാ നമ്മളെ അഭിപ്രായം പറയും. നമ്മളയാളെ വിട്ട് അപ്പൊ നമ്മളിന്ന് വേണം ശരിയാക്കാനുള്ള പരിപാടി. നമുക്ക് കുറച്ചു നേരം കെട്ടിടാം. കെട്ടിട്ട് അരിമണിയൊക്കെ കൊടുത്ത് വയറൊക്കെ ഒന്ന് അറിയട്ടെ. അപ്പൊ അരിമണിയൊക്കെ തിന്നുണ്ട്. മറ്റെല്ലാം കൂടെ വന്നിട്ടുണ്ട് തിന്നാൻ. കാഴ്ച കാണാൻ ഒരാളൽക്കലുമുണ്ട്. നമ്മൾ അറക്കുന്നതും തൊലിയൊലിക്കുന്നതും കാണിക്കില്ല കേട്ടാ. പീസാക്കിയിട്ട് പാചകം ചെയ്യാൻ നമുക്ക് കാണാം. അപ്പൊ നമ്മൾ അറുത്ത് തൊലിയൊക്കെ കളഞ്ഞ് അങ്ങനെ പീസാക്കാനുള്ള പരിപാടിയാണ്. നമ്മള് കൈ കൊണ്ട് തന്നെ മുറിച്ചുള്ള കത്തി കൊണ്ട് മുറിച്ച് വെച്ചെടുക്കാണ്. നാടൻ കോഴിയാണ്ട് മുറിയാൻ കുറച്ച് പ്രയാസമാണ്. എല്ലായിടൊന്നും സാധാരണ കത്തി കൊണ്ട് മുറിയില. തിരിച്ച് വെട്ടേണ്ടി വരും. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കാണ്. കട്ട് ചെയ്ത് ഫുള്ള് പീസാക്കി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു മുട്ടിയിൽ വെച്ച് നമ്മള് കത്തി കൊണ്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. എല്ലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുറിക്കാണ്. കത്തിര മുറിച്ചൊക്കെ പോയി കഴിയുമ്പോൾ എന്തായാലും കഴിയുന്ന പോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഒന്ന് ബട്ടണിലൊന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്തോട്ടാ, മറക്കണ്ട. പീസാക്കി അപ്പൊ നമ്മള് കോര കൂട്ടുകാരന്മാരൊക്കെ വന്നിട്ടുണ്ട് കാണാൻ. അമ്മമാരെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. പൂവന്മാര് കുറവുണ്ട് നമ്മുടെ. അമ്മമാരിങ്ങനെ ചുറ്റുപാടും വീക്ഷിക്കാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാം. നമ്മള് മുറുക്കൽ തുടരാണ്. മുറുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം. നമ്മളൊരു വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് കഴുകിയെടുക്കണം കേട്ടോ. പൈപ്പ് തിരിച്ചിട്ട് കഴുകിയാൽ പിന്നെ ഒരു കിളക്ക് പൊയ്ക്കോളും. വൃത്തിയായി കഴുകിയെടുത്തു. ഞങ്ങൾക്ക് മസാല കൂട്ടാം. ഞാനൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1 സ്പൂണ് ഗരം മസാല, 1.5 സ്പൂണ് ചിക്കൻ മസാല,
പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, പുതിന, പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി. നമ്മള് ചിക്കന് പീസുമൊക്കെ വറക്കിട്ട് മസാല പറ്റാനുള്ള തയ്യാറെടുപ്പില്ല. നമ്മൾ പുറത്ത് വെച്ചുകൊണ്ടാണ് ചെയ്യണത്, അകത്ത് വെളിച്ചക്കുറവ് പറഞ്ഞേ. നമ്മൾ എടുത്ത് വെച്ച എല്ലാ മസാലയും കൂടി ചിക്കനും ഇട്ട് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ചു നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, മസാല ഒന്ന് പിടിക്കട്ടെ. കൂടുതൽ മസാല ഇട്ടിട്ടില്ല, നമ്മള് കുറച്ച് മസാല ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് റെസ്റ്റ് കഴിഞ്ഞ് നമുക്ക് ഒരു പാത്രത്തില് ഓയിൽ ഒഴിക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് പീസിലിട്ട് കൊടുക്കാം. അപ്പം അതിന് മുമ്പ് കുറച്ച് വേപ്പില ഇടുന്നുണ്ട്. അതിൻ്റെ വേപ്പിലയുടെ സ്മെല്ല് ഓയിലിൽ പിടിക്കും, ചിക്കനിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുപ്പൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. എന്തായാലും കുറച്ച് ടൈം പിടിക്കും വേവാൻ, നാടൻ കോഴി ആയതുകൊണ്ട്. നമ്മളെ ഹെൽപ്പർ കൂടെ വന്നിട്ടുണ്ട്, മൂപ്പർക്ക് ഒരാഗ്രഹം, മൂപ്പർക്കൊന്ന് മറിച്ചിടണം. ഇടക്ക് ഇങ്ങനെ പൊട്ടിത്തൂറ്റുണ്ട്. മൂപ്പർ മേലൊന്ന് ആയി, മൂപ്പർ പതുക്കനെ മാറി നിന്നിട്ട് വാതകടിക്കാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിചാരിച്ചിട്ടാ. നമ്മൾ ചിക്കൻ ഏകദേശം മൊരിഞ്ഞിട്ടുണ്ട്. നമ്മളതിന്ന് കോരിയെടുക്കാനുള്ള പരിപാടിയാണ്. ഒരു പാത്രത്തിലേക്ക് ബൗളിലേക്ക് നമ്മൾ കോരിയെടുത്ത് നമുക്കിനി ഒരു പാത്രത്തിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. ചിക്കൻ സൂപ്പറാ, കാണാൻ നല്ല അടിപൊളി, അതേപോലെ തന്നെ ടേസ്റ്റും. ഞാൻ കഴിച്ചു നോക്കിട്ടാ, ഒന്നും പറയാനില്ല മക്കളെ, സൂപ്പർ. നിങ്ങളിടക്ക് ഇങ്ങനെ ഒന്ന് നാടൻ കോഴിനെ പൊരിച്ച് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ എല്ലാവരും കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളെ മോനക്ക് ആഗ്രഹം, മൂപ്പരും അടിപൊളിയായിട്ട് കഴിച്ചിട്ടാ, സൂപ്പറാ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി ഉണ്ട്.